എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവാനാണ് ദൈവം മനുഷ്യരായ നമ്മെ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമ്മെ നയിക്കുന്നതും നമ്മെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണ്, നിരാശരാകാതിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുക. എന്നാൽ നാം ഓരോരുത്തരും ഇന്നലകളുടെ ചിന്തകളിലും നാളകളുടെ ആകുലതകളിലും ഭഗ്നാശരായി കഴിയുന്ന ജീവിതഭാരം നാം ഓരോരുത്തരും പേറുമ്പോൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നിരാശരായി പോകുന്ന ജീവിത യാത്രയാണ് നാം കാണുന്നത്. കർത്താവിനെ ആശ്രയിക്കുന്ന ഓരോ മക്കൾക്കും സന്തോഷവും സമാധാനവും നൽകുവാനാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവ്. അവിടുത്തെ കുരിശുമരണവും എല്ലാം നമ്മുടെ വേദനകളും പ്രയാസങ്ങളും നിരാശകളും ഉത്കണ്ഠകളും എല്ലാം ഏറ്റെടുത്ത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവമായ കർത്താവിനെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും നമ്മുടെ ഹൃദയത്തെ ജീവൻ പ്രദാനം നൽകുന്നതിന് വേണ്ടിയാണ് യേശുവിൻ്റെ വലിയ ആ അനുഗ്രഹത്തിൻ്റെ മനുഷ്യ അവതാര. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ നിരാശരാകാൻ പാടുകയില്ല. ദൈവം നമ്മെ എപ്പോഴും സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആയതിനു വേണ്ടി നാം പ്രാർത്ഥനാ നിരതരാകുവാൻ ശ്രമിക്കുക. ജീവിതത്തിലെ വിഷമതകൾ, പ്രതികൂല സാഹചര്യങ്ങൾ കാറ്റും കോളുമായി വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പരിപൂർണമായി ജീവൻ സ്വീകരിക്കുവാൻ നാം ഓരോരുത്തരും പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവസാന ഭാഗങ്ങളിൽ അധ്യായം 66, 22 തിരുവചനങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്: ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപിൽ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികളുടെ നാമവും നിലനിൽക്കും. നിന്റെ സന്തതികളുടെ നാമം, നിന്റെ സന്തതികളുടെ പേരുകൾ, അവരുടെ ഉയർച്ചകളെല്ലാം ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ആകാശവും ഭൂമിയും ദൈവത്തിൻ്റെ മുന്നിൽ എങ്ങനെ നിലനിൽക്കുന്നുവോ അപ്രകാരം തന്നെ നിങ്ങളുടെ സന്തതികൾ പരിപൂർണമായി വെളിച്ചമുള്ള മക്കളായി പുതുപുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് നിൽക്കുവാൻ അവിടുന്ന് ആ നാമത്തിന് വലിയ ശക്തിയുണ്ട്. നമ്മൾ ഓരോ മക്കളും, നിന്റെ മക്കളും ദൈവത്തിൻ്റെ മുന്നിൽ ആയിരിക്കുമ്പോൾ, പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ വലിയ ശക്തി പ്രാപിക്കുകയും ഭൂമിയും ആകാശവും ദൈവത്തിൻ്റെ മുന്നിൽ സൃഷ്ടിക്കപ്പെട്ട സമയം ഈ സമയം വരെയും എങ്ങനെ നിലനിൽക്കുന്നുവോ അപ്രകാരം നമ്മുടെയും ഓരോ സന്തതികളും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നിലനിൽക്കുക തന്നെ ചെയ്യും. ജീവിതത്തിലെ ഭാരങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ഒരുപക്ഷെ നിന്നെ നയിക്കും. സങ്കീർത്തകൻ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്: 91 അധ്യായം വാക്യം 7: നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. കർത്താവിൻ്റെ മുന്നിൽ പ്രാർത്ഥനയായിരിക്കുന്ന ഓരോ മക്കളും
കർത്താവിൻ്റെ മുന്നിലായിരിക്കുന്ന ഓരോ മക്കളും അവൻ്റെ ജീവിതത്തിൽ യേശുവിനോട് കൂടി നിൽക്കുമ്പോൾ മറ്റുള്ളവരിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്തും 10,000 ഇടതുഭാഗത്തും മരിച്ചു വീണതായി നീ കാണുകയുണ്ടായിരിക്കാം. എന്നാൽ ഈ കർത്താവിലായിരിക്കുമ്പോൾ സൂര്യചന്ദ്രന്മാർ നിലനിൽക്കുന്നത് പോലെ എന്നും ശോഭിച്ചുകൊണ്ട് നിൽക്കുവാൻ നിനക്ക് കഴിയും. ആയതിനു വേണ്ടിയാണ് നാം ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതും. നമ്മുടെ മക്കളെ നീ നിന്റെ ജീവിതത്തിൽ മക്കൾക്ക് ഒരു മാതൃകയായി തീരണം. നിന്റെ കുടുംബജീവിതത്തിൽ നീ പ്രാർത്ഥനാ നിരതരായി മക്കൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാനും അവരെ ശക്തിപ്പെടുത്തുവാനും നീ പ്രാർത്ഥനയിൽ ലയിച്ച് ദൈവത്തിനോട് കൂടി ആയിരിക്കുവാൻ ഒരു മാതൃകയായി നിന്റെ വിശ്വാസം, നിന്റെ പ്രവൃത്തികളും മക്കൾക്ക് നിന്റെ മുന്നിൽ കാണുമ്പോൾ സൂര്യചന്ദ്രന്മാർ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ നീ കർത്താവായ യേശുവിൻ്റെ മുന്നിൽ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനാ ജീവിതം കണ്ടുകൊണ്ട് നിന്റെ മക്കളും ശോഭിച്ചു നിൽക്കുവാൻ, ജീവിത ക്ലേശങ്ങളെ അതിജീവിച്ചു നിൽക്കുവാൻ യേശു നാമത്തിൽ ഓരോ മക്കൾക്കും കഴിയും. നിന്റെ കുടുംബജീവിതത്തിൽ നീ പ്രാർത്ഥന സജീവമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ, ഒരു മാതൃകാ ജീവിതം കാണിക്കുവാൻ, നിന്നിലെ വെളിച്ചം പ്രകാശമായി നിൽക്കുവാൻ, നിന്റെ കുടുംബങ്ങളിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവാൻ നീ മാതൃകയായി മാറുവാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഓരോ മക്കളും പ്രാർത്ഥനയിൽ വളർന്നു വരട്ടെ. ദൈവത്തിൻ്റെ മുന്നിൽ സൂര്യചന്ദ്രന്മാർ നിൽക്കുന്നത് പോലെ കർത്താവായ യേശുവിൻ്റെ മുന്നിൽ യേശുവിൽ പ്രാർത്ഥനയായി നിന്നുകൊണ്ട് ശോഭിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിൽ വലിയൊരു പ്രകാശം ചൊരിയുവാൻ നിന്നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥനകളോടെ യേശു നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി.